കുയിലിനെ തേടി കുതിപ്പായും മാര പട്ടു. അതെ പോവാൻ വരട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ, അരിയില്ല, മുളകില്ല, ഉപ്പില്ല എന്നുള്ള രീതിയിലുള്ള സംസാരമായിട്ടാണെങ്കിൽ വേണ്ട. ഇനി അങ്ങനെയുള്ളൊരു സംസാരം ഈ വീട്ടിൽ വേണ്ട. 1500 എന്താണെന്ന് വെച്ചാൽ മേടിക്കുക, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചേക്കുക. അതല്ല ഇനിയും വേണമെങ്കിൽ പിന്നെ ചോദിക്കാം. പിടിക്കൂ പിടിക്കൂ വെക്കൂ. ഇതാണ് കാശ്. റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിൽ ചെലവാക്കാൻ വേണ്ടിയിട്ട് അനുവദനീയമായ കാശാണ്. അല്ല ഇത് ആർക്ക്? ഇതിപ്പോ ഞാൻ നിനക്ക് തന്നു, അല്ലെ നീ എനിക്ക് തന്നല്ലോ. നീ എന്താണ് ഇത്ര പൈസ കണ്ടിട്ടില്ലോടി? ഏതല്ലാന്ന് എനിക്ക് തന്നത്? അതെ, ഭാര്യയുടെയും കുടുംബത്തിന്റെയും കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് യഥാർത്ഥ ഭർത്താവ്. അയ്യോ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. പാലാക്കാരൻ മത്തായിച്ചന്റെ മോൻ ക്ലീറ്റസ് മത്തായി തന്നെയാണോ ഇത്? എന്താ സംശയമുണ്ടോ? ഇങ്ങനെയൊക്കെ തന്നെ സംശയിക്കേണ്ടി വരും. എന്നാ ഒട്ടും സംശയിക്കേണ്ട. അതേ തന്തയുടെ അതേ മോൻ തന്നെയാണ് ഞാൻ. എന്താണ് നിന്റെ പ്രശ്നം ഇപ്പോ? എന്റെ പ്രശ്നം ഈ കാശ് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. അപ്പം തിന്നാ പോരെ, എന്തിനാണ് വെറുതെ കുഴിയിടണേ? ഭാവിയിൽ കുഴിയിൽ വീഴാതിരിക്കാൻ ഇപ്പൊ കുഴിയിടുന്നത് നന്നായിരിക്കും. അല്ലേ, അത് വീഴുമ്പോ നമ്മൾ നോക്കിയാ പോരെ. അതിപ്പോ കാശ് അങ്ങോട്ട് വെച്ചിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. നടന്നാ പറ്റില്ല ക്ലീറ്റോ, ഇത് എവിടെന്നാന്ന് പറയണം. സഹകരണ സംഘം എന്ന് കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുന്നാണ്. അവിടുന്ന് എങ്ങനെ കിട്ടി? ലോൺ എടുത്തോ നിങ്ങള്? ലോണൊന്നും അല്ലടി. എടീ, അവിടെ ബാങ്ക് ഇലക്ഷൻ വരാൻ പോണു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എതിർ പാർട്ടിയിലെ ഒരു പാർട്ടി ഞങ്ങൾക്ക് തന്നതാ. അമ്പിളിക്കുട്ടനെയും ടീമിനെയും തോപ്പിക്കാൻ വേണ്ടി അവരെ എതിർ പാർട്ടിക്കാർ തന്നതാ. ഓ അതാണ്. വേണ്ട വേണ്ട, അതുകൊണ്ടാ. അപ്പൊ നിനക്ക് വീട്ടു സാധനങ്ങളൊന്നും വാങ്ങണ്ട. ഓ വേണ്ട. എന്റെ ക്ലീറ്റോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാരെന്തായാലും തോക്കും. അപ്പൊ നിങ്ങൾ എന്നോട് ഈ പൈസ വന്ന് തിരിച്ചു മേടിക്കും. അതിൽ നല്ലതാണല്ലോ ഇപ്പൊ കയ്യിൽ കൂടെ തിരിച്ചു തരും. അത് നീ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എടി, ബാങ്കിൽ ഇപ്പൊ നിർണായക സ്വാധീനമുള്ള ആൾക്കാരെല്ലാം ഞങ്ങളുടെ പാർട്ടിയിൽ അണികളാ. എന്തത്ര കിളിക്കാണ്? നല്ല തമാശ. അതെ, മറ്റു 2 പാർട്ടിക്കാർ ഏതാണ്ട് തുല്യമാണ്. ഇപ്പൊ ഞങ്ങളിലുള്ള ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത് ഇനി ഇതിൽ ആര് ഭരിക്കണമെന്നുള്ളത്. അതിന്റെ മുന്നോടിയായിട്ട് കിട്ടിയതാണിത്. വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ പോക്കറ്റിൽ വെക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വേണോ വേണ്ടെന്നൊരു തീരുമാനം പറഞ്ഞാൽ മതി. എന്താണെങ്കിലും ഞാനിത് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ചെലവാക്കുള്ളൂ. അറിയാവുന്നില്ല. നിന്റെ തൊഴിലുറപ്പ് പടി ഇന്ന് മുടക്കും ഞാൻ. സാധനങ്ങളൊക്കെ മേടിക്കേട്ടാ. ഉച്ചയ്ക്ക് ഉണ്ണാൻ ഞാൻ ചിലപ്പോഴേ വരും. ഇതുവരെ വന്നില്ല. വായ നോക്കണ്ട. ഈലല്ലേ, മഴ പെയ്തിട്ടാ. എന്തോരാ? ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് കുറച്ച് വെള്ളം വെച്ചാലോ, അതിനകത്തോട്ട് വീഴും. ആണോ? ഇതെന്താ നീ ക്ലീറ്റോനെ കാണാത്ത? ആ ഇലക്ഷന് മറ്റേ സൊസൈറ്റിയുടെ ഇലക്ഷന് വേണ്ടി പോയതാ, വിളിച്ചിട്ട് ഫോണും എടുക്കണില്ല. അമ്പിളിക്കുട്ടൻ വന്നില്ലേ? അമ്പിളിച്ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് തോന്നുന്നു ക്ലീറ്റോ തോറ്റ് തുന്നം പാടിയോന്നാ. അമ്പിളിക്കുട്ടൻ ചേട്ടനാന്ന് തോന്നുന്നുട്ടാ വന്നത്. ദൈവമേ, ക്ലീറ്റോ വന്നില്ലല്ലോ. തങ്കം, ഓ ഓൾ അടിച്ചല്ല. ക്ലീറ്റോനെ കണ്ടോ? കണ്ടു. ക്ലീറ്റസ് പിന്താങ്ങിയ ആൾക്കാരാണ് ജയിച്ചത് ഇലക്ഷനെ. സത്യം? പിന്നെ പറഞ്ഞുണ്ട്. ആടി വലഞ്ഞ് വെള്ളമൊക്കെ അടിച്ചൊരു ആന വരും പോലെ ഇങ്ങനെ ആടി ആടി. ശരിക്കും പറ, ക്ലീറ്റോന്റെ ആൾക്കാർ ജയിച്ചോ? ഞാൻ കള്ളം പറഞ്ഞ എനിക്ക് വയ്യ, എന്തൊക്കെ കാണണം. പിന്നെ നീ ഇങ്ങ് വാ. ഇപ്പൊ എന്നെ കണ്ടാ ശരിയാവില്ല. വാ അങ്ങനെ വാ. അയ്യോ, ടാറ്റ ടാറ്റ. ശാന്തമീ രാത്രിയിൽ
കുടിക്കലെന്ന് പറഞ്ഞല്ല ഉറങ്ങിന്ന്. ഉറങ്ങിയാ? നീയല്ലേ പിന്നെ ആര്? ഉറങ്ങിയെങ്കി അയ്യോ പോയി എല്ലാം പോയില്ലേ പോയില്ലേ അറിഞ്ഞല്ലോ. അപ്പോഴേ പറഞ്ഞില്ലേ പോവണ്ട പോണ്ട 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 നീ എന്തറിഞ്ഞു നീ ഒന്നും അറിഞ്ഞില്ല ഞാൻ എല്ലാം അറിഞ്ഞു. എന്നാ പറ നീ എന്താന്നറിഞ്ഞ ക്ലീറ്റോ അനുകൂലിച്ച പാർട്ടിക്കാര് ജയിച്ച് അമ്പിളിച്ചേട്ടന്റെ പാർട്ടിക്കാര് തോറ്റ്. താരം എന്നോട് പറഞ്ഞ നിന്റെ അടുത്ത് അമ്പിളിക്കുട്ടൻ ചേട്ടൻ നശിപ്പിച്ചില്ല എല്ലാം ഇവൻ എല്ലാം തൊലച്ചു എന്ത് നല്ലല്ലേ? ഇത് നല്ലത് ഞാൻ ഒരു സർപ്രൈസ് ആയിട്ട് നിന്റെ കറച്ചട്ടി മോന്തയിൽ നീ ഉണ്ടാക്കണ്ണൊക്കെ വെച്ച് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ നിന്നോട് വന്ന് സന്തോഷത്തോടെ പറയാന്ന് പറയുന്നപ്പോൾ ഈ അലവിലാതെ ഇവൻ എന്തിനാണ് ഇത് എൻ്റെ എല്ലാ കാര്യവും ഇവൻ എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചിട്ട് തന്നെ ബാക്കി ഇവൻ എന്നെ നല്ല ദിവസമല്ലേ, പോട്ടെ. എന്നെ സമാധാനം കഴിച്ചില്ലേ? അല്ലല്ല ഇതെന്തിനാ അറിയാ? പട്ടി നടരാജ എന്താ പ്രശ്നം? ഞാൻ പറയാം തങ്കം, ഞാൻ പറയാം തങ്കം, ഞാൻ പറയാം. ഇവനൊരു അബദ്ധം പറ്റി തങ്കം. ഇവ ഒരു വോട്ട് മാറി കുത്തി അവൻ ജയിക്കുകയും ചെയ്തു. സംഗതി ഇത് രാജേന്ദ്രൻ പി എന്നുള്ളതിന് കുത്താളതിന് പകരം ഇവൻ രാജേന്ദ്രൻ ആറിന് കുത്തി. രാജേന്ദ്രൻ 6 ജയിക്കുകയും ചെയ്തു. അത് സാരമില്ല, ഇപ്പൊ വിഷമിക്കല്ലേ സാറേ കൊണ്ടുപോയിനെ. സന്തോഷമായിട്ട് പോയിട്ടാ നീ ഒന്ന് കൂവിട്ട് പോയവനെ തോറ്റവനെ കൂവിട്ട് പോ. പൊക്കോ കൊണ്ടുപോ. വെള്ളമുണ്ടോടി ഇങ്ങോട്ട് ഇരിക്കാതെ വന്ന് കുളിക്കുമ്പോ എന്താന്ന് വാ 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 സന്തോഷം കൊണ്ട് വാ ഞാൻ കുളിമുറിലോട്ട് എത്തിച്ചേരാം. ചപ്പാത്തി ഉണ്ടാക്കി വെച്ചേക്കണെന്ന് മതി. ഉറക്കം വന്നു ക്ലീറ്റോ. വാ ഇനി നമുക്ക് നാളെ സന്തോഷം പങ്കിടാന്ന്. എന്താ അത്ര ചിരിക്കാൻ? ഒരു ഉണ്ടായി എന്ത് ജയിച്ചതല്ലേ? അതല്ല പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. പറന്ന പറയൂ. ആരോട് ആരോടും പറയില്ല. ഒരു മനുഷ്യനടുത്തും പറയരുത്. എന്നെ വിശ്വാസമില്ല ക്ലീറ്റോന്. കൊണ്ട് തക്കളി തക്കളി ഉറങ്ങി ഇത്ര നേരമായി. ഓക്കെ 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 പറ. സംഭവം രഹസ്യം ഞാൻ പോവൂട്ടാ ഇനി. പറയാതെ ഞാൻ പറ. വന്നില്ല. സത്യം എന്റെ പൊന്ന് കള്ളാ. നമ്മളിത് കുറെ കണ്ടല്ലേ. പക്ഷേ ഇല്ല പറയലേ മോളെ. ഇല്ല മോനെ. വാ ഇനി വെള്ളം
വെള്ളം തന്നാ ഇനി പോയി കുളിച്ചോളണം. തങ്കം ചേച്ചി മഴ പെയ്യോ? പെയ്യോ ആക്കറിയാം. മഴയുടെ കാര്യമൊക്കെ ഇപ്പൊ എങ്ങനെയാ അറിയണേ? അവിടെ ഭയങ്കര ബഹളായിരുന്നല്ലോ ഇന്നലെ. കേട്ടോ? ആ ഇല്ല പിന്നെ. ആഘോഷം എന്തിന്റെ? ഇന്നലെ ജയിച്ചില്ലേ ക്ലീറ്റോന്റെ പാർട്ടി? ആ അതാ സന്തോഷമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നേ. ഇന്നലെ എപ്പോഴാ കിടന്നത്? ചിരിയും കളിയും തന്നെയായിരുന്നു. അമ്പിളിച്ചേട്ടന്റെ പാട്ടിൽ ഒരാളെ ജയിച്ചുള്ളൂ. ഞാൻ അറിഞ്ഞു. അതിന്റെ നാണക്കേടിലാള്. ആണോ? സാറിൽ എപ്പോഴും ജയിക്കുന്ന ആൾക്കാരല്ലേ? ഒരാളെങ്കിലും ജയിച്ചു എന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ടിരിക്കില്ല. സീനിയർ നേതാക്കന്മാര് പ്രശ്നം ഉണ്ടാക്കിയെന്നെ. ഓ, പക്ഷെ ക്ലീറ്റോന് ഉറപ്പായിരുന്നു തോന്നുന്നു കേട്ടോ ജയിക്കൂന്ന്. ആ അങ്ങനെ അവരുടെ ഇപ്പൊ ഈ ഇലക്ഷൻ നടന്നില്ലേ സൊസൈറ്റിയില്, അവിടെയുള്ള കുറെ ആൾക്കാർക്ക് ഇവർക്ക് അനുകൂലമായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ആണോ? അടിച്ചു തരാ അല്ല പണിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പണിയാ ഇതും കൂടെ ഉള്ളോ? ആ തുണി 3-4 ഉണ്ടായുള്ളൂ. നിങ്ങൾ കഴുകിയിട്ടില്ലെങ്കിലേ കിടന്ന് കൂടും. എന്താ ചോദിച്ച നേരത്തെ? കറി എന്താ വെച്ചെന്ന്? രസം. ആ അതാകുമ്പോ പൊടി അങ്ങ് പൊട്ടിച്ചിട്ടാ മതിയല്ലോ അല്ലേ കള്ളി? അല്ല തന്നെ ഉണ്ടാവും രസം. പൊടി ഇട്ടിട്ട് മല്ലിയില തക്കാളിക്ക് ഇടണ്ടേ? ഭയങ്കര പണിയല്ലേ? ഒന്നുമില്ല. എന്താ എന്താ എന്താ? ഞാനൊരു കാര്യം പറയട്ടെ. ആരോടെങ്കിലും പറയോ? ഇല്ല, അങ്ങോട്ട് വാ. പറയില്ലാന്ന്. വേണ്ട, ഒന്നുമില്ല. തങ്കം ചേച്ചി ഇത് അതല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതാ അത് പറ്റില്ല. എന്നാ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു കാര്യം പറയട്ടെ എന്ന്. ഇങ്ങോട്ട് പറ പ്ലീസ്. എന്താ? ഞാൻ ആരോടെങ്കിലും പറയോ? ഇല്ല. എന്താ? എന്തോ ഉണ്ട്. ഇതെന്നറിയോ? പറഞ്ഞാകെ പ്രശ്നമാണ്. ഞാൻ ക്ലീറ്റോന് സത്യം ചെയ്തതാ. എന്താ? പറ. സത്യം പറയുന്നു. പറയില്ലാന്ന് സത്യം പറയും. സത്യം പറയില്ല. അങ്ങനെ അമ്പിളിക്കൂട്ടൻ ഞാൻ വിളിച്ച് സത്യം പറ. അത്രയ്ക്ക് വലിയ കാര്യമാണോ? അതല്ലേ അമ്പിളിക്കുട്ടൻ ചേട്ടനെ പിടിച്ച് സത്യം പറയില്ല. പറയരുതിട്ടാ. പറയില്ലാന്ന്. ആണോ? അടക്കിയില്ലേ? കഴിഞ്ഞു. ഇന്ന് ഇലക്ഷനെ നമ്മളെ പാർട്ടിയിൽ ഒരാൾ ജയിച്ചല്ല, അതിൽ മേൽഘടകത്തിൽ നിന്ന് വിളിച്ച് തന്നെ അഭിനന്ദിച്ചു. ആണോ? പിന്നെ നമുക്ക് ഒട്ടും സ്വാധീനം ഇല്ലാത്ത സ്ഥലമല്ലേ. ഞാൻ വിചാരിച്ചില്ല ആരും ജയിക്കുമെന്ന്. ഞാൻ ചീത്ത വിളി കിട്ടുമെന്നാണ് വിചാരിച്ചത്. മേല് എന്തായിരുന്നാലും അത് കൊള്ളാം. അമ്പിളിച്ചേട്ടാ, എന്താ എന്താന്നറിയില്ല, എനിക്ക് ഭയങ്കര ഒരു ശ്വാസം മുട്ടല് പോലെ. എന്ത് ആശുപത്രിയിലും പോണോ? വേണ്ട. പിന്നെ അതെ, ആ തങ്കം ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു. അത് അമ്പിളിച്ചേട്ടനോട് പറയാണ്ട് എനിക്കൊരു. അത് പറ. അതിന് ശ്വാസം മുട്ടണം, പുറത്ത് വരട്ടെ. പറയട്ടെ? ആ എന്താണ്? പക്ഷെ അത് ആരോടും പറയരുത്. ആരോടും പറയലെന്ന് വെച്ചാൽ അത്ര രഹസ്യമാണ്. തങ്കം ചേച്ചി എന്നെ കൊണ്ട് അമ്പിളിച്ചേട്ടനെ പിടിച്ച് സത്യടിപ്പിച്ചതാ. അതാ എനിക്കൊരു ടെൻഷൻ. നീ പറയാൻ കേട്ടോ, കാര്യം പറ. പറയട്ടെ? പക്ഷെ ആരോടും പറയരുത്. പറയില്ല. പ്രോമിസ്. നിന്നാണ്, നിന്റെ അച്ഛനാണ് സത്യം. അച്ഛനെ പിടിച്ചൊന്നും സത്യം ഇടണ്ട. നിന്നാണ് സത്യം.
ചിരിക്കും. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം പിടികിട്ടി. ആരോടും പറയല്ലേ, തങ്കം ചേച്ചി എന്നെ കൊണ്ട് സത്യടിപ്പിച്ചാട്ടോ. അറിഞ്ഞു കഴിഞ്ഞാ എന്ത് ചിരിക്കണം, എനിക്ക് നാണക്കേടാവും. ഞാനത് ആലോചിച്ച് ചിരിച്ചതാണ്. അധികം ചിരിക്കട്ടെ, കിടന്ന് ഉറങ്ങാൻ നോക്കും. ബാ അരിയേ വെള്ളേ സർ. ഹലോ അമ്പിളി ചേട്ടാ, ഇതൊക്കെ ഉണ്ട് എവിടെ എന്തിവിടെ ചേട്ടനൊക്കെ പിന്നെ ഒരു ഗ്ലാസ് പിന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തെന്നൊക്കെയാണല്ലോ അറിഞ്ഞത്, നമ്മളെയൊന്നും അറിയിച്ചില്ല. കേന്ദ്ര കമ്മിറ്റി എടുത്തിട്ടില്ല, അങ്ങനെ ഒരു ഇതുണ്ട്, എടുക്കാനായിട്ട് ഒരു ധാരണയുണ്ട്. പിന്നെ എന്നാലും ഒരാളിനെ ജയിപ്പിച്ചല്ലോ ഒരു വോട്ടിന്. ഏയ് ഞാൻ ഒരു സത്യം പറയട്ടെ. ചേട്ടൻ പറഞ്ഞു? രഹസ്യമാണ്, പരമ രഹസ്യമാണ്. പറഞ്ഞു കേട്ടാ, ആരോടും പറയരുത്. ഇല്ല, എൻ്റെ ഭാര്യയുടെ തലയിലടിച്ച് സത്യം ചെയ്താണ് വന്നിരിക്കുന്നത്. ഇത്രയും കാലം ചേട്ടൻ പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ആരുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെനിക്കറിയാം, ആ വിശ്വാസവും ആ സ്നേഹവും നിന്റെ ഉണ്ട്. സൈഡ് കാല് ഓപ്പറേഷൻ ചെയ്യണമെന്നല്ലോ, നഖം വെട്ടണല്ലോ. അതിനകത്ത് വരെ വീഡിയോ കണ്ടോണ്ടിരുന്നേ, കാർട്ടൂൺ എല്ലാം കാണും. അത് കാണാം, പക്ഷെ എനിക്ക് അതിൽ ശ്രദ്ധിക്കാം. സൈഡ് തങ്കം, സൈഡ് നോക്കിയിട്ട് അളയ ഇവൻ ഭയങ്കര കരച്ചില്. ഇവൻ പറയുന്നത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോവാണെന്ന്. എന്തിന് പിന്നെ സംശയിച്ചല്ലേ നടരാജ? സംഗതി ഇപ്പം ചെറിയൊരു കയ്യബദ്ധം നിനക്ക് പറ്റിപ്പോയി, നീ വോട്ട് മാറി ചെയ്ത് എന്ന് പറഞ്ഞ് വിഷമിക്കല്ലേ. ഇതൊന്നും കണ്ട് തളരരുത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പാർട്ടികളല്ലേ ജയിച്ചത്. നിന്റെ നേതാവ് ക്ലീറ്റോ നേതാവാണ് പറയണത്, നീ അവിവേകമൊന്നും കാണിക്കരുത്, ഇതിലൊന്നും തളരരുത്. നെഞ്ച് വിരിച്ചു നിൽക്കേ ധൈര്യമായിട്ട്. നിനക്ക് പ്രധാനമന്ത്രി ആവണ്ടേ? നടരാജ എന്നെ നോക്ക്, എന്താ നിങ്ങളുടെ ഇങ്ങനെ ഇത്ര വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല നടരാജനെ. ഇത്ര സൗന്ദര്യവും ബുദ്ധിയും ഒക്കെ ഉള്ള നടരാജനാണ് ഇങ്ങനെ നിൽക്കുന്നത്. നടരാജൻ വേണ്ടി ഇതിനൊക്കെ തിരിച്ചു വരാനായിട്ട്. പിന്നല്ലാതെ ചേച്ചി പറഞ്ഞാ ക്ഷമിക്കാം. കണ്ണൊക്കെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോയി പാർട്ടിന്നൊക്കെ പോകുന്നു. എടുത്തേട്ടം പാടില്ല. ചേച്ചി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നടരാജ, നീ തെറ്റുകാരനല്ലെന്ന് എല്ലാവർക്കും ഇവിടെ അറിയാം. സംഭവം നിനക്ക് ചായ വല്ലതും വേണോ കുടിക്കാൻ? വേണം വേണം. തോറ്റ സ്ഥാനാർത്ഥി രാജേന്ദ്രനല്ലേ? അയാളാണ് തോറ്റത്. നീ മാറിക്കോ മാറിക്കോ. ഇല്ല മാറിക്കോ. എനിക്കാരും പേടിയില്ല. എനിക്ക് പോകേണ്ട കാര്യമില്ല. എന്നെ തൊട്ടവനെ ഞാൻ തട്ടും. നടരാജ, രാജേന്ദ്രൻ എന്ത് പറഞ്ഞാലും ഒരക്ഷരം മിണ്ടരുത്. ഞാൻ ഡീൽ ചെയ്തോളാം. ടെൻഷൻ അടിക്കല്ലേ. ഒരുമാതിരി ചെറ്റത്ര എന്നോട് കാണിക്കരുത്. അയ്യേ, എന്താണ് രാജേന്ദ്ര ഇങ്ങനെ ചൂടാവല്ലേ? അതിപ്പോ നടരാജന് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് പറയാൻ പറ്റില്ല. എല്ലാരും കൂടെ കുറ്റപ്പെടുത്തി അവൻ ഒരു പാവമായോണ്ട്. മാത്രമല്ല രാജേന്ദ്രന്റെ തെളിവൊന്നും ഇല്ലല്ലോ. തെളിവുണ്ടോ? വോട്ട് മാറ്റിച്ചത് നിങ്ങളുടെ പാർട്ടിക്കാണ്. നിന്റെ തെളിവുണ്ടോ? എന്റെ പാർട്ടിയിൽ ആര് ചെയ്യുന്നതാണ് രാജേന്ദ്രൻ പറയുന്നത്? ആരാണെന്നൊക്കെ പറ. ഇപ്പൊ ഞാൻ അവനെ പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യാം. നീയാണ് മാറ്റി ചെയ്തത്. ഞാനാണെന്ന് ആരാ പറഞ്ഞത് നിന്നോട്? നിന്റെ ഭാര്യ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. Versus Alien.